ആവേശം ഉച്ചസ്ഥായിലാണ്. പലപ്പോഴും അത് അതിരുവിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇനി അവശേഷിക്കുന്ന 4 നാൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമറിയിക്കാൻ NDAയും ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിവാദങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയല്ല, അതതിൻ്റെ നിയമപരമായ വഴികളിലേക്ക് പോകട്ടെ. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ആലോചനയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണിയുടെ ഒരു കെയർ എക്കണോമി രാഷ്ട്രീയത്തെ നേരിടാൻ യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഉപയോഗിച്ച പ്രധാനപ്പെട്ട പ്രചരണായുധങ്ങളുണ്ട്. അതിനെ നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയത്. എങ്ങനെയാണ് 99 സീറ്റുമായി തുടർച്ചയായി ഭരണത്തിലെത്തിയ പിണറായി സർക്കാരിനെ ഈ മൂന്നാം ഊഴം കൊടുക്കാതെ താഴെ ഇറക്കാൻ പോകുന്നത്? പെൻഷൻ മുടങ്ങുന്നില്ല, റേഷൻ മുടങ്ങുന്നില്ല, നിങ്ങളുടെ സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് എത്തുന്നു, കറണ്ട് മുടങ്ങുന്നില്ല, വില്ലേജ് ഓഫീസിൽ കേസ് സ്മാർട്ടായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലുമുള്ള 100-ലധികം സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വികസനം റോഡായിട്ടും മറ്റു വലിയ പദ്ധതികളായിട്ടും ഏകദേശം 90,000 കോടി രൂപയുടെ വികസനം കിഫ്ബി പ്രോജക്റ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലും MLA മാർ അവരവരുടെ വികസനം പറയുമ്പോൾ അത് സർക്കാരിൻ്റെ സാക്ഷ്യപത്രം കൂടിയായി മാറുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സർക്കാരിനെ UDF താഴെ ഇറക്കാൻ പോകുന്നത്? ഇതിനും മേൽ ഈ UDFന് കൊടുക്കേണ്ടി വരുമല്ലോ. വാഗ്ദാനങ്ങളാണെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വികസനം ചർച്ച ചെയ്യാതിരിക്കുക എന്നൊരൊറ്റ അജണ്ടയിലാണ് UDF പ്രവർത്തിക്കുന്നത് എന്നാണ്. പക്ഷേ സൂക്ഷ്മമായി അത് മനസ്സിലാക്കുമ്പോൾ 3-4 അച്ചുതണ്ടുകളുണ്ട് അതിന്. തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. നിങ്ങൾ തെരുവിലിറങ്ങി സാധാരണക്കാരായ മനുഷ്യരോട് ചോദിച്ചു നോക്കൂ, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? അവർക്ക് ആ വാക്കൊന്നും ചിലപ്പോൾ പരിചയമുണ്ടാവില്ല. സർക്കാർ മാറണോ എന്ന് ചോദിച്ചാൽ ചിലരിങ്ങനെ നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും, എന്തിനു മാറണം? പെൻഷൻ കിട്ടുന്നു, റേഷൻ കടയിൽ ബുദ്ധിമുട്ടില്ല, അവരുടെ ദൈനംദിന പ്രായോഗിക ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഒരു തോന്നലാണ്. നിങ്ങൾ തിരിച്ച് വേറൊരു ചോദ്യം കൂടി ചോദിക്കൂ, സർക്കാർ മാറണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നതാണ് നല്ലത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറത്തേക്ക് അധികാരം ഇടവിട്ടു മാറുക എന്ന് പറയുന്ന നമ്മളുടെ ഒരു മധ്യവർഗ രാഷ്ട്രീയ ബോധമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇതിനെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനാണ് UDF ആദ്യം ശ്രമിച്ചത്. വളരെ കെയർഫുൾ ടാക്ടിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നാൽ അതാണോ വാസ്തവം? തെരുവിലിറങ്ങി നിങ്ങൾ ചോദിച്ചു നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ലെഥാർജി, ഒരു രാഷ്ട്രീയമായ മടുപ്പിനെ നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്ന പേരിൽ വലിയ രീതിയിൽ മാറ്റുക എന്നതായിരുന്നു അതിലെ ആദ്യത്തെ ശ്രമം. രണ്ടാമത്തെ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് വികസന അജണ്ടകളാണെന്ന് LDF പറയുമ്പോൾ ഒരു കാരണവശാലും വികസനം ചർച്ച ചെയ്യരുത്. ജനങ്ങളിലേക്ക് എത്തിയ ഗവേണൻസിൻ്റെ മാതൃകകളെ കേന്ദ്ര സർക്കാർ തന്നെ പലതവണ ശ്ലാഘിച്ചിരിക്കുന്ന മാതൃകകൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. വികസന പദ്ധതികൾ മേൽ പൂർണ്ണമായി മൗനം പാലിക്കുക, സർക്കാരിനെ അതിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധാപൂർവം ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എന്ത് ശ്രമിച്ചു? വിവാദങ്ങളുടെ മറകൾ ഉണ്ടാക്കുക. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങളോ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തു? ഏറ്റവും കൂടുതൽ സമയം ചർച്ചയ്ക്കെടുത്തത് എന്താ? ശബരിമല സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാണോ? അല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാന വിഷയമായില്ല എന്ന് കനകൂലുവിൻ്റെ കണ്ടെത്തലുണ്ട്. വിവിധ സർവേകൾ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താ? 5% താഴെ ആളുകൾക്ക് മാത്രമേ അതിൽ താല്പര്യമുള്ളൂ. അവർ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ദൈനംദിന വിഷയങ്ങളിലേക്ക്, ജീവിത പ്രശ്നങ്ങളിലേക്ക്, വികസന വിഷയങ്ങളിലേക്ക് ഒരു കാരണവശാലും ചർച്ച വരാൻ പാടില്ല. അങ്ങനെ ചർച്ച വരാതിരിക്കാൻ വേണ്ടി വിവാദങ്ങളുടെ പുകമറകൾ സൃഷ്ടിക്കുക, അതായിരുന്നു രണ്ടാമത്തെ സ്ട്രാറ്റജി. അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചു. പക്ഷേ അപ്പോഴും മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി അതായിരുന്നു മൈനോറിറ്റി വോട്ടുകൾ കൃത്യമായിട്ട് പോക്കറ്റിലാക്കുക എന്നുള്ളത്. മൈനോറിറ്റി കൺസോളിഡേഷനാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഗുണകരമായതെന്ന് UDFന് നന്നായിട്ട് അറിയാം. അത് ന്യൂനപക്ഷം, 2 ന്യൂനപക്ഷം, കേരള കോൺഗ്രസ് മാണി വന്നതോടുകൂടി ക്രിസ്തീയ ന്യൂനപക്ഷവും ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരും പൗരത്വ നിയമ ഭേദഗതിയും ഒക്കെ അടങ്ങിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മൂലം ന്യൂനപക്ഷ വിഭാഗവും സ്വാഭാവികമായും ഇടതുപക്ഷത്തോട് അടുത്തു. അതുകൊണ്ട് തന്നെ 2021 വലിയ മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ സാധിച്ചു. ആ മൈനോറിറ്റി കൺസോളിഡേഷൻ തടയണം. ആ മൈനോറിറ്റി കൺസോളിഡേഷൻ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടു. അത് വാസ്തവമാണ്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും നമ്മളെല്ലാവരും എതിർക്കുന്നു. അതിന് മുഖ്യമന്ത്രി
ഉപയോഗിച്ച പദപ്രയോഗം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ടു. പാർട്ടി സ്വീകരിച്ച നിലപാട് എന്താ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയായില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുമ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ പരസ്യമായത് ആ നിലപാടെടുത്തില്ലെന്ന് മാത്രമല്ല, SNDPയുടെ അധ്യക്ഷൻ എന്നതിൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. അത് വളരെ കൃത്യമായിട്ട് UDF ഉപയോഗിച്ചു, രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ഗുണം ചെയ്യുമെന്നവർ കരുതി. ആ മൈനോറിറ്റി കൺസോൾട്ടേഷന് വേണ്ടിയുള്ള രണ്ടാമത്തെ ടാക്ടിക്സ് ആയിരുന്നു BJP CPM ഡീൽ ആരോപണം. ആ ആരോപണം പക്ഷേ എത്രമേൽ ഏശിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. SDP അടക്കമുള്ള സംഘടനകൾ മറുഭാഗത്ത് അങ്ങനൊരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് UDFനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കി. അപ്പോൾ SDP ഡീൽ ആരോപിച്ചു. SDP ഡീൽ ആരോപണം വന്നതോടുകൂടി BJP ഡീൽ ആരോപണം പൊളിഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. നാലാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്താണെന്നറിയാമോ? ആ നാലാമത്തെ സ്ട്രാറ്റജിയാണ് ഇടതുപക്ഷത്തെ മൊത്തം ആളുകൾ അസ്വസ്ഥരാണ്, യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ് എന്ന് എപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയും. എന്താ സ്ട്രാറ്റജി ഉപയോഗിച്ച്? 2 വർഷം അധികാരത്തിൽ തുടർന്നാൽ പിന്നെ ഇടതുപക്ഷം അല്ലാതായി പോകും എന്ന തെറ്റായ ആഖ്യാനം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷത്തെ തന്നെ സുധാകരനെ പോലെ TK ഗോവിന്ദനെ പോലെയുള്ള നേതാക്കളെ ആണെങ്കിലും ഒക്കെ ഐഷ പോറ്റിക്ക് ഇടത് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഇതാ ഇടതുപക്ഷം ഛിന്ന ഭിന്നമായിരിക്കുന്നുവെന്ന പ്രതീതി നിർമ്മാണം. യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടായോ? തളിപ്പറമ്പിലും പയ്യന്നൂരിലും റിസൾട്ട് വരുമ്പോൾ അറിയാം. തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ ഗോവിന്ദ മാഷിന് കിട്ടിയതിൽ നിന്ന് ഒരു വോട്ടും കുറയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പയ്യന്നൂരിൽ പക്ഷേ അല്പം വോട്ട് കുറഞ്ഞേക്കാം, പക്ഷേ അവരുടെ ടീം മധുസൂദനൻ വിജയിച്ചു വരും. പൂർണ്ണമായ വിജയത്തിൽ അത് എത്തിക്കാൻ സാധ്യതയില്ല. കൊട്ടാരക്കരയിൽ നല്ല മത്സരമുണ്ട്, പക്ഷേ ഇപ്പോഴും അവിടെ ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചിത്രം മാറിയേക്കാം. കാര്യം അവിടെ രശ്മി കോൺഗ്രസ് വിട്ട് BJP ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം മുൻപിലുണ്ട്. അപ്പോൾ ഈ 4-5 തന്ത്രങ്ങൾ UDF ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് LDFന്റെ PR ക്യാമ്പയിൻ ഒരു പരിധിവരെ ഫലം കണ്ടു എന്നുള്ളതാണ്. ഇന്ന് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ റെസ്പോൺസ്. ഇരുണ്ട കാലം എന്ന് പറയുന്ന ഒരു PR ക്യാമ്പയിൻ, ഒരു സർക്കാർ എന്താണോ UDF ആഗ്രഹിക്കാഞ്ഞത് അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആളുകൾ പ്രസ് മീറ്റിൽ ചോദിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വയനാട് ഫണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ 2-3 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കുമ്പോഴും അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ട 31 സീറ്റുകൾ കിട്ടുമോ എന്നതിലൊരു ആശങ്കയിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. നമ്പർ 1, കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയ്ക്കേറ്റ മങ്ങൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നേ. കാര്യം ഈ ക്യാമ്പയിനിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചും പിണറായി സർക്കാരിൻ്റെ കാലത്തെക്കുറിച്ചുമുള്ള ഒരു താരതമ്യ ധവളപത്രമായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രചരണം എന്ന് പറയുന്നത്. നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ലോഡ് ഷെഡിങ് ഇല്ലാത്ത കാലമല്ലേ, പവർ കട്ട് ഉണ്ടാവാത്ത കാലമല്ലേ, വൈദ്യുതി മുടങ്ങാത്ത കാലമല്ലേ, സാധാരണ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കൃത്യമായി സ്കൂൾ അധ്യയന വർഷം തുടക്കം മുമ്പ് പാഠപുസ്തകങ്ങൾ കിട്ടുന്ന കാലമല്ലേ, റേഷൻ മുടങ്ങാത്ത കാലമല്ലേ, പെൻഷൻ മുടങ്ങാത്ത കാലമല്ലേ, അഡ്വാൻസ് ആയിട്ട് പെൻഷൻ കിട്ടുന്ന കാലമല്ലേ. ഇതൊന്നും കിട്ടാത്തൊരു കാലം അപ്പുറമുണ്ടെന്നും ഇവർ തിരിച്ചധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പെൻഷൻ മുടങ്ങുമോ എന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് നിരന്തരമായിട്ട് LDF പ്രചരണം നടത്തി. ആ പ്രചരണത്തിൻ്റെ ആഘാതത്തിലാണ് യഥാർത്ഥത്തിൽ UDF ഉള്ളത്. അതിനെയാണ് ഇനി UDF അതിജീവിക്കേണ്ടത്. ഇവർ വന്നാൽ പെൻഷൻ കിട്ടുമോ, ഇവർ വന്നാൽ സ്കൂളുകൾ മര്യാദയ്ക്ക് നടക്കുമോ, ഇവർ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന തോന്നലുണ്ടായി. അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണെന്നേ. വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ എന്താ UDFിലെ നേതാക്കൾ തന്നെ പറയുന്നു, നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. അത് ദേശീയപാതയാവട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാവട്ടെ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വികസനത്തിൻ്റെ രേഖകളായിട്ട് നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തത്, അതിനാക്കം കൂട്ടിയതാണ് വയനാട് ഫണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രകടന പത്രിക ഡിസ്കസ് ചെയ്യുന്ന സമയമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുകയാണ്. മൈക്ക് ഓഫ് ചെയ്യാൻ പറയുന്നു. ഏത് ചോദ്യം വരുമ്പോൾ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിനും കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥരാകുന്നുണ്ട്. കാരണം എന്താ? CPMനെ വെല്ലുവിളിച്ചു. നമ്മുടെ ചാനലിലൂടെ മാധുവിൻ്റെ ഡിബേറ്റിലാണല്ലോ രാജു പി നായർ വെല്ലുവിളിച്ചത് CPMന്റെ ദേശീയ നേതൃത്വം പിരിച്ച പണം എവിടെയെന്ന്. അരമണിക്കൂർ വേണ്ടി വന്നില്ല, 20 മിനിറ്റിനുള്ളിൽ നമ്മളുടേതടക്കമുള്ള മൊബൈൽ ഫോണുകളിലേക്ക് CPMും അവരുടെ സംഘടനകളും കൃത്യമായിട്ട് മെസ്സേജ് അയച്ചു. അരമണിക്കൂറിനുള്ളിൽ ജനറൽ സെക്രട്ടറി ഇത് പബ്ലിഷ് ചെയ്തു. ഞങ്ങൾ 92,99,000 രൂപ പിരിച്ചിട്ടുണ്ട്. അത് 2 ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക്, ഏത് അക്കൗണ്ട്, ഏത് ആപ്പ്, എവിടെയാണ് സൂക്ഷിച്ചത്, എത്ര വീട്,
മറുപടിയില്ല കോൺഗ്രസിന്. ഇതാണ് അവസ്ഥ. അപ്പോൾ വിശ്വാസ്യതയ്ക്കേറ്റ മങ്ങൽ. ഒന്ന്, ഭരണം താരതമ്യം ചെയ്യുമ്പോൾ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു. ഒരു സർക്കാരാണോ വരാൻ പോകുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാവുന്നു. രണ്ടാമത്തത് വയനാട് ഏൽപ്പിക്കുന്ന ആഘാതം. മൂന്നാമത് അവർ ചെന്നുപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് അവർ രാജസ്ഥാനുമായിട്ട് താരതമ്യം. രാജസ്ഥാൻ മോഡൽ, ജിപ്മർ മോഡൽ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ സ്മൃതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജസ്ഥാനിൽ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? രാജസ്ഥാനിലെ ഇതേ രാജസ്ഥാൻ മോഡൽ ഹെൽത്ത് കെയർ സിസ്റ്റം കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ BJP എങ്ങനെ അധികാരത്തിലെത്തുന്നത്? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാർ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? അവിടെയുള്ള 88% സിറ്റിംഗ് MLA-മാരെ നിർത്തിയിട്ടും 2023 പരാജയം എന്തുകൊണ്ടാണ് രാജസ്ഥാൻ ഗവൺമെന്റ് നേരിടേണ്ടി വന്നത്? അവിടെ ഈ സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതിവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്കറിയാമോ, 26% ആളുകൾ എന്ന് പറഞ്ഞാൽ 4/1 മനുഷ്യരും പുറത്ത് പോയി തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന നാടാണ് രാജസ്ഥാൻ. ഇപ്പോഴുമുണ്ട് ഡീഫെക്കേഷൻ, ഓപ്പൺ ഡീഫെക്കേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ചുരുങ്ങിയ പക്ഷം കക്കൂസെങ്കിലും ഉണ്ട്. അപ്പൊ രാജസ്ഥാൻ മോഡൽ മുഴുവൻ രാജസ്ഥാൻ മോഡൽ എന്ന രൂപത്തിലാണ് ഈ ആരോഗ്യരംഗത്തെ അവരുടെ ആലോചനകൾ എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. അവരൊരു കോൺക്ലേവ് നടത്തുകയും ഈ പറയുന്ന ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഡോക്ടർമാരടക്കം ആരോഗ്യ വിദഗ്ധരടക്കം പങ്കെടുത്ത കോൺക്ലേവിൽ നിന്നും തയ്യാറാക്കിയ ഒരു വലിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആലോചിക്കുന്നത്. അത് രാജസ്ഥാൻ മോഡൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞായിരിക്കും അത് അടർത്തി മാറ്റി അതാണ് മുഴുവനായി നടപ്പാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു ശരിയായ വാണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത് മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. അവിടെ എങ്ങനെ രാജസ്ഥാനെ നിങ്ങൾ കമ്പയർ ചെയ്യുക? രാജസ്ഥാനിലെ ഏതെങ്കിലും, ഞാനത് കേട്ടിട്ടില്ല, രാജസ്ഥാനിലെ രാജസ്ഥാനിൽ നടപ്പാക്കിയതാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ശരി, അത് മാത്രമായിരിക്കും, അതായിരിക്കും ഉദ്ദേശിച്ചത്. അതല്ലാതെ മുഴുവൻ രാജസ്ഥാൻ മോഡൽ എന്നല്ല ഡോക്ടർ അരുൺ. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ കോൺക്ലേവ് നടത്തി ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തിയിട്ടാണ് മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു. നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പല ദിവസങ്ങളായി ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ആ വിഷയങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അതിനെ എങ്ങനെ പരിഹരിക്കാം. അതുകൊണ്ടാണ് ഒരു രോഗിക്ക് ഒരു കട്ടിൽ അവകാശമാണ്, ബെഡ് അവകാശമാണ് എന്ന രൂപത്തിൽ ഈ പറഞ്ഞ പ്രകടന പത്രികയിലടക്കം ഒരു കാര്യം വന്നിരിക്കുന്നത്. ശരി, ഇൻഷുറൻസ് പദ്ധതി കേക്കൂ. ഇൻഷുറൻസ് പദ്ധതിയാണോ ആരോഗ്യ മേഖലയ്ക്ക് അഭികാമ്യം? അതല്ല അഷ്വേർഡ് ആയിട്ടുള്ള സാർവത്രികമായിട്ടുള്ള ആരോഗ്യ പരിചരണമാണോ? നമ്മൾ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? അതെങ്ങനെ ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കാൻ പറ്റുക? സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ മൊത്തം രാജസ്ഥാൻ എന്ന് പറഞ്ഞോട് മാത്രമേ യോജിച്ചുള്ളൂ. ഞാൻ അതിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. എനിക്ക് അങ്ങനെയാണോ കേരളം വളർന്നത്? അല്ല, കേരളത്തിൽ ഇപ്പോഴെന്തായാലും ആരോഗ്യ സംവിധാനം എന്തായാലും തകരാറിലാണ്, കുഴപ്പത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആണ്. ശരി, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ റാങ്ക് എത്രയാ ദേശീയ തലത്തിൽ? അങ്ങ് ഈ ദേശീയ തലത്തിലെ റാങ്കുമായി തട്ടിച്ചു നോക്കണ്ട. കേരളം എല്ലാ കാലത്തും അടിവരയിട്ട് ഞാൻ പറയുന്നു, ആരോഗ്യരംഗം എല്ലാ കാലത്തും കേരളം മുൻപന്തിയിലാണ്. അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ വന്ന വല്ലാത്ത വളർച്ചയായ വിലയിരുത്തായിരിക്കും. 2016 ശേഷം ഉണ്ടായ ഒരു പ്രത്യേക മാറ്റമല്ല ആരോഗ്യരംഗത്ത്. നമുക്കിപ്പോ UP-യുമായി താരതമ്യമില്ല, ബീഹാറുമായി താരതമ്യമില്ല, ഇന്ത്യയിലാണ് താരതമ്യം. നമ്മൾ മുന്നിലാണ് ആരോഗ്യരംഗത്ത് എല്ലാ കാലത്തും വെച്ച് സംസാരിക്കൂ സ്മൃതി. അല്ല, അങ്ങ് കുറച്ച് കണക്കെടുത്ത് വെച്ചിട്ടുണ്ടാകാം. അങ്ങൊരു കണക്കെടുത്ത് വെച്ചിട്ടുണ്ടാകും ഡോക്ടർ. ഞാൻ മറ്റൊരു കാര്യമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങിപ്പോൾ അങ്ങയുടെ കാര്യങ്ങളുടെ രേഖ പ്രകാരം പറയുന്നു. നോക്കൂ ഡോക്ടർ അരുൺ, അങ്ങ് ഇപ്പോൾ കുറച്ച് രേഖകൾ എടുത്തു വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പറയാൻ. അങ്ങ് പറഞ്ഞോളൂ. പക്ഷെ ഞാൻ അത് എടുത്തു വെച്ചിട്ടില്ല. ഇല്ല, എന്റെ വിലയിരുത്തൽ ഇത്രയേ ഉള്ളൂ. ആരോഗ്യ രംഗത്തെ കേരളത്തിന്റെ നേട്ടം ഒരു പ്രത്യേക കാലത്ത് മാത്രമായിട്ടുണ്ടായതല്ല. വളരെ ക്ലിയർ ആണ്. അത്രയേ ഉള്ളൂ. ശരി, അങ്ങ് പൂർത്തിയാക്കോളൂ. ശരി, ആരോഗ്യ മേഖല തകർന്നിരിക്കുകയാണോ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്? ഈ അപേക്ഷയും താരതമ്യം ഒന്നും വേണ്ടെന്നേ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും ഉണ്ടായ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തിട്ടല്ല. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രികളിലെ സംവിധാനത്തിൽ പിഴവുകളില്ല എന്ന് അങ്ങേക്ക് അഭിപ്രായപ്പെടാമോ? നമ്മൾക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെ വിശദീകരിച്ചതും നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്ത കാര്യമുണ്ട്. മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കത്രിയുമായി നടക്കുന്ന രോഗികളുണ്ട്. ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റവും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടുതലുള്ള, രോഗികളുടെ ഇൻടേക്ക് കൂടുതലുള്ള 12 കോടിയിലധികം ആളുകൾ ഒരു വർഷം OP ടിക്കറ്റ് എടുക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലും പിഴവുകളുണ്ട്. പിഴവുകൾ വരുന്നു. ആ പിഴവുകൾ മാറ്റണം.
പക്ഷേ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിലാണ്. അവിടെ നമ്മൾക്ക് രാജസ്ഥാനിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് ആ അർത്ഥത്തിൽ ഒന്നുമില്ല. രാജസ്ഥാനിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ കൈകളിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൊണ്ട് കൊടുക്കുകയാണ്. സ്മൃതിക്ക് ഒരു സങ്കോചവും ബ്രേക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആരോഗ്യരംഗത്തിൽ മാത്രം ഊന്നാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉച്ചസ്ഥായിലായിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് വിശദീകരിക്കാനുള്ള. അങ്ങേക്ക് അങ്ങയുടെ പോയിന്റ്. ശരി, എനിക്ക് ഒരൊറ്റ മിനിറ്റ് കൂടി മാത്രം. എന്റെ സമയമായിരുന്നു സ്മൃതി, ഇടപെട്ടുകൊണ്ട് മാത്രം എനിക്ക് പറഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ് മാത്രം. ഞാൻ നിർത്തിയതായിരുന്നു. അപ്പോൾ രാജസ്ഥാനിലേക്ക് പോയതും തെലങ്കാനയിലെ മുഖ്യമന്ത്രി വന്ന് ഇത് ഈ പിണറായി സർക്കാർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സർക്കാരാണെന്ന് പറഞ്ഞിട്ടും തിരിച്ചടിയാവും. കാര്യം കേരളം ചർച്ച ചെയ്യാണ്. ഇതേപോലെ രാജസ്ഥാൻ മോഡൽ കേരളത്തിന് വേണോ, ഇത് തെലങ്കാന മോഡൽ കേരളത്തിന് വേണ്ടോ? തെലങ്കാന സുസ്ഥിര വികസന സൂചികയിൽ നിൽക്കുന്നത് എപ്പോഴാ? സുസ്ഥിര വികസന സൂചികയിൽ 6ാമത് നിൽക്കുന്ന തെലങ്കാന, 1ാമത് നിൽക്കുന്ന കേരളം. തെലങ്കാനയിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? 2, നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ നമ്മൾ 0.55%, രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യരെ വിമുക്തരാക്കിയ സംസ്ഥാനം. നോക്കൂ, തെലങ്കാനയുടെ കണക്കെത്ര? 5.88%. സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ 95%, തെലങ്കാന 76%. ശിശുമരണ നിരക്കിൽ 1005, നമ്മൾ ഇതിന്റെ 4 ഇരട്ടിയാണ് തെലങ്കാനയിൽ. എന്നിട്ടാണ് തെലങ്കാനയിലെ മുഖ്യമന്ത്രി, ഏത് മുഖ്യമന്ത്രി? നരേന്ദ്രമോദി എൽഡർ ബ്രദർ എന്ന് വിളിച്ച രേവന്ത് റെഡ്ഡി കേരളത്തിലെ സർക്കാരിനോട് തെലങ്കാനയിലേക്ക് നോക്കാൻ പറയുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത്. അപ്പൊ നേരത്തെ കോൺഗ്രസ് കൊണ്ടുവന്ന ആ സ്ട്രാറ്റജികളെ പൊളിക്കുന്ന ചില തീരുമാനങ്ങൾ കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ എടുത്തു എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്.